ഹായ്, എല്ലാവർക്കും മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം. മലയാളത്തിലെ ഒരുപാട് ആരാധകരുള്ള ഒരു റൈറ്ററാണ് പി പത്മരാജൻ. അദ്ദേഹത്തിന്റെ സിനിമകൾ ഇന്നും റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളാണ്. അദ്ദേഹത്തിന് ഇന്നൊരു വലിയൊരു ഫാൻ ബേസ് ഉണ്ട്. അദ്ദേഹം ചെയ്ത സിനിമകളൊക്കെ ഇറങ്ങിയ സമയത്ത് ഒരുപാട് സ്വീകരിക്കപ്പെട്ട സിനിമകളൊന്നും ആയിരുന്നില്ല. പക്ഷെ പിൽക്കാലത്ത് സിനിമ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഇന്നത്തെ തലമുറയിൽ വന്നു നിൽക്കുമ്പോൾ ആ സിനിമകൾക്കൊക്കെ ഒരുപാട് സ്വീകാര്യതയുണ്ട്. പക്ഷെ ചില സിനിമകളൊക്കെ അമിതമായിട്ടുള്ള സ്വീകാര്യതയാണോ കൊടുക്കണേന്ന് തോന്നുന്നത്. എന്ന് വെച്ചാൽ പുള്ളിക്കൊപ്പം സഞ്ചരിച്ച ഒരുപാട് റൈറ്റേഴ്സിനൊക്കെ ഒരുപാട് നല്ല സിനിമ കണ്ടേ പോലും പത്മരാജന് അമിതമായിട്ടുള്ള ഒരു എന്നാ പറയുക ഒരു ബൂസ്റ്റപ്പ് ഉണ്ടോ എന്നൊരു തോന്നല് എനിക്ക് എവിടെയൊക്കെ വെച്ച് തോന്നി. കാരണം ഞാനും സിനിമയൊക്കെ ആഗ്രഹിച്ച സിനിമയിലേക്ക് വരാൻ ശ്രമിച്ചപ്പോൾ ഞാനും ആരാധിച്ചിരുന്ന വ്യക്തി തന്നെയാണ് പത്മരാജൻ. അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ ഞാൻ എല്ലാ സിനിമകളും കണ്ട വ്യക്തിയാണ്. അന്ന് ആ സിനിമകൾ കാണുമ്പോൾ ഒരു 10-15 വർഷം മുന്നേ ആ സിനിമകൾ കാണുമ്പോൾ എന്റെ ഉള്ളിലെ ഏതോ ഒരു വികാരത്തേക്ക് അത് തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പത്മരാജന്റെ സിനിമകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ആ കാലഘട്ടത്തില് പറഞ്ഞു പോരുന്ന കഥാരീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രമേയങ്ങൾ പുള്ളിയുടെ സിനിമകളിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം ഈ കാലഘട്ടത്തിൽ സിനിമ മോഹിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ സിനിമ മോഹിക്കാത്ത ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് തൂവാനത്തുമ്പികൾ. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് വലിയൊരു പരാജയമായിരുന്നു. പിന്നീട് ഇപ്പോൾ അതൊരു കൾട്ട് ക്ലാസിക് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ആ സിനിമയിലെ ജയകൃഷ്ണൻ ക്ലാരിയൊക്കെ ഇന്നത്തെ യുവത്വത്തിന് അല്ലെങ്കിൽ ഇന്നത്തെ യുവതലമുറയിലെ റോൾ മോഡൽസ് ആയിട്ട് അവർ മാറിയിട്ടുണ്ട്. അവരുടെ പ്രണയങ്ങളിലും അവരുടെ ജീവിതത്തിന്റെ ഭാഗത്തിലൊക്കെ ഈ ക്ലാരയും ജയകൃഷ്ണനൊക്കെ വല്ലപ്പോഴൊക്കെ വന്നു പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ക്ലാരയും ജയകൃഷ്ണൻ ഇത്രത്തോളം ആരാധിക്കപ്പെടുകയും അല്ലെങ്കിൽ ഇത്രത്തോളം ഹൈപ്പ് കിട്ടാൻ കാരണം എനിക്കിന്നും മനസ്സിലായിട്ടില്ല. കാരണം ആ സിനിമ ടോട്ടാലിറ്റി കാണുവാണെങ്കിൽ നമുക്ക് ക്ലാരേനെയോ ജയകൃഷ്ണനെയോ ഒന്നും ഒരിക്കലും റോൾ മോഡലാക്കാൻ പറ്റാത്ത രണ്ട് കഥാപാത്രമാണ്. കാരണം അവരുടെ പ്രണയവും ആ രീതിയിലുള്ള പ്രണയമാണ്, അവരുടെ ജീവിത രീതികൾ അത് തന്നെയാണ്. അപ്പൊ ഒരു രീതിയിലും അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റാത്ത രണ്ട് കഥാപാത്രങ്ങളെ ഇന്ന് ഒരുപാട് ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ആഘോഷിക്കപ്പെടുന്നത്? അപ്പൊ എനിക്കും സംശയം. കാരണം ഞാൻ ഈ സിനിമ ആദ്യം കണ്ട സമയത്ത് തൂവാനത്തുമ്പികൾ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് റിപ്പീറ്റ് വാച്ച് ചെയ്യുമ്പോൾ തൂവാനത്തുമ്പികളിലെ കഥാപാത്രങ്ങളും കഥാരീതികളും ഇവരുടെ മാനറിസങ്ങളൊക്കെ ഒരിക്കലും നമുക്ക് സ്യൂട്ടബിൾ അല്ലല്ലോ. ഇവരെ ഇപ്പോൾ നമ്മൾ ആരാധിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളല്ല എന്നൊക്കെയുള്ള തിരിച്ചറിവുണ്ടായി. അപ്പൊ നമുക്കത് പറയാൻ പറ്റില്ല. പത്മരാജനൊക്കെ വലിയ റൈറ്ററാണ്. അദ്ദേഹത്തെ സിനിമയൊക്കെ എടുത്തു വെച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ തെറി പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ എനിക്ക് തോന്നി നമുക്ക് തോന്നിയ കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അത് ആയിട്ട് പൊരുത്തപ്പെട്ടു പോണ ആളിലുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊക്കെ ശരിയാ നമുക്ക് വിശ്വസിക്കാമല്ലോ. അങ്ങനെയാണ് ഇപ്പൊ തൂവാനത്തുമ്പികളുടെ വിഷയമായിട്ട് ഞാൻ പറയാൻ കാരണം. ഇപ്പൊ ക്ലാര ജയകൃഷ്ണൻ എന്നീ രണ്ട് വ്യക്തിയിലേക്ക് വരുവാണെങ്കിൽ ജയകൃഷ്ണൻ ഒരു മാടമ്പി സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ ലൈഫ് സ്റ്റൈലും അങ്ങനെയാണ്. പുള്ളിക്ക് ആ സമ്പന്നത, ആ ജാതീയത, പുള്ളിയുടെ സൗഹൃദങ്ങൾ, ആ സൗഹൃദങ്ങളിലൊക്കെ പുള്ളിയാണ് ലീഡർഷിപ്പ്, പുള്ളിയാണ് അതിനെ നയിക്കുന്നത്. അപ്പൊ പുള്ളി ചെയ്യുന്ന പ്രവൃത്തികളെയൊക്കെ ഒരു വീരസാഹസിക കഥകളായിട്ട് ഒരു ഈ പാണൻപാട്ട് പോലെ പാടാൻ കുറെ സുഹൃത്ത് വലയങ്ങളുണ്ട്. അപ്പൊ പുള്ളി നാട്ടില് വേറെ തരത്തിൽ ജീവിക്കുകയും നഗരത്തിലേക്ക് വരുമ്പോൾ വേറൊരു ഹീറോയിസമാണ് ജയകൃഷ്ണൻ ഉണ്ടായിരുന്നത്. അപ്പൊ ജയകൃഷ്ണന്റെ സാമ്പത്തിക സോഴ്സും ജയകൃഷ്ണന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർത്ത് ജയകൃഷ്ണനെ ഒരു വലിയ ലെവലിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ജയകൃഷ്ണന്റെ ലൈഫിലേക്ക് ക്ലാര എന്ന് പറഞ്ഞ ഒരു സ്ത്രീ കടന്നു വരുന്നു. ഈ ക്ലാര എന്ന് പറഞ്ഞ സ്ത്രീ അവരൊരു തൊഴിൽ തിരഞ്ഞെടുക്കുകയാണ്. എനിക്കിനി ഈ തൊഴിലാണ് വേണ്ടത്, എനിക്ക് ഇതിലൂടെ പോകാനേ പറ്റത്തുള്ളൂ. കാരണം ഞാൻ എന്ന സ്ത്രീക്ക് എന്നെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ എനിക്ക് ഈ തൊഴിൽ ആവശ്യമാണെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് അവൾ ഒരു തൊഴിൽ കണ്ടെത്തുകയും അവളുടെ ആദ്യത്തെ ക്ലൈന്റ് ആയിട്ട് ജയകൃഷ്ണൻ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഇത്രയും വലിയ വീരസാഹസ്യ കഥകളൊക്കെ കാണിച്ചിരുന്ന ജയകൃഷ്ണനും സ്ത്രീകളായിട്ടൊന്നും വലിയ സമ്പർക്കമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ജയകൃഷ്ണന്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്ത്രീയായിരുന്നു ക്ലാര. അങ്ങനെ രണ്ടുപേരും ഒരു സുപ്രഭാതത്തിൽ കണ്ടുമുട്ടുകയും അവർ ഇണചേരുകയും അവരൊന്നായി മാറുകയുണ്ടായി. സ്വാഭാവികമായിട്ട് എത്ര വലിയ വീരസാഹസ്യ കഥകളും വലിയ മാടമ്പിത്തരൊക്കെ ഉണ്ടെങ്കിൽ പോലും ആദ്യമായി ഒരു സ്ത്രീയുമായി സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി ആണുങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു വികാരമുണ്ട്, പ്രണയം. പെട്ടെന്ന് ആ സ്ത്രീയോട് പ്രണയം തോന്നുന്നു, അവളെ സ്വന്തമാക്കാൻ തോന്നുന്നു. ഞാൻ എന്താവില്ല, പുള്ളി ആ സെക്സ് കഴിഞ്ഞ ശേഷം പുള്ളിക്ക് ആ ഒരു പ്രണയമായിട്ട് മാറുകയാണ്. അത് മിക്ക ആണുങ്ങളുടെയും ഒരു ലൈവ് എടുത്തു നോക്കേണ്ട അവർക്കൊക്കെ ഒരു ഫീൽ ഉണ്ടാവും. കാരണം അത് പ്രണയമല്ല, അത് എന്തോ ഒരു എന്താ പറയുക ഒരു അട്രാക്ഷനോ എന്തോ ഒരു ഫീലിംഗ് ആണ്, പ്രണയമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. അപ്പൊ ജയകൃഷ്ണനും അത് പ്രണയമായിട്ട് തെറ്റിദ്ധരിച്ചു. പക്ഷെ ക്ലാര കുറച്ചും കൂടെ അഡ്വാൻസ് ആയിരുന്നു, കുറച്ചും കൂടെ ബുദ്ധി ഉണ്ടോണ്ട് അവൾ എന്ത് ചെയ്തു, ഇത് ഇപ്പോഴത്തെ ഒരു താൽക്കാലിക ഒരു എന്താ പറഞ്ഞ ഇത് ഈ ഇഷ്ടത്തെ അല്ലെങ്കിൽ ഈ സുഖത്തിൽ നിന്നുണ്ടായ ഒരു ഇഷ്ടം മാത്രമാണ്, അല്ലാണ്ട് ഒരു പ്രണയമല്ലെന്ന് അവൾക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ജയകൃഷ്ണൻ പോലൊരാളുടെ കീഴിൽ നിന്ന് പോകാൻ അവൾ ആഗ്രഹിച്ചില്ല. കാരണം അവൾ തെരഞ്ഞെടുത്തിരുന്ന ഒരു മേഖല ഇച്ചിരൂടെ വിപുലമായിരുന്നു. അതുകൊണ്ട് തന്നെ ജയകൃഷ്ണൻ ഒതുങ്ങിപ്പോവാനോ അവന്റെ പ്രണയിനിയായി മാറാനോ അവന്റെ ഭാര്യയാവാനോ അവന്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മയാവാനോ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവള് അവനെ വിട്ടു പോവുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് സെക്സ് ചെയ്ത സ്ത്രീ നമ്മളെ വിട്ടു പോയി കഴിയുമ്പോൾ ആ ഓർമ്മകൾ നമ്മൾ കുറെ ദൂരത്തേക്ക് കൊണ്ടുപോകും. ജയകൃഷ്ണയും കുറെ ദൂരെ കൊണ്ടുപോയി. അപ്പൊ ഈ ഇടയ്ക്കൊക്കെ വെച്ച് ഈ ക്ലാരയുടെ ഫോൺ സംഭാഷണങ്ങൾ,
കത്തിടപാടുകൾ, ഇടയ്ക്കുള്ള കൂടിക്കാഴ്ചകൾ, ഇതൊക്കെ ആ ഇഷ്ടത്തെ ഒന്നും കൂടി ഒന്ന് ഊട്ടി ഉറപ്പിച്ചു. പക്ഷെ ക്ലാര അവൾ എന്താണോ ആഗ്രഹിച്ച ആ ലൈഫിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ജയകൃഷ്ണ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീ വരുമ്പോൾ ക്ലാരയുടെ ജീവിതത്തിലേക്ക് ഒരു പുരുഷൻ വന്നു, രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുന്നു. ഇതാണ് ഇതിന്റെ ഏകദേശം ഒരു പിക്ചർ. ശരിക്കും പറഞ്ഞാൽ ഇതിൽ എവിടെയാണ് പ്രണയമുള്ളത്? ക്ലാരയുടെയും ജയകൃഷ്ണന്റെയും ഭയങ്കര വാല്യൂ ഉള്ള, അല്ലെ ഭയങ്കര അമൂല്യമായ പ്രണയം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്, ഇതിൽ എവിടെയാണ് പ്രണയമുള്ളത്? എനിക്കിത് എവിടെ നോക്കിയിട്ട് ഒരു പ്രണയം കണ്ടെത്താൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലൊരു പ്രണയം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? പക്ഷെ ഇന്നത്തെ തലമുറ അവരുടെ റോൾ മോഡലായിട്ട് ജയകൃഷ്ണനെയും ക്ലാരയും വെച്ചിട്ടുണ്ട്. ഈ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിനെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം, എങ്ങനെ പകർത്തിയെടുക്കും? അതായത് കാശിന്റെ കുങ്കിൽ എന്ത് തോന്നിയ ദിവസം കാണിച്ചെടുക്കുന്ന ഒരു പുള്ളി ഒരു വെടിവെക്കാൻ പോയി. ആ വെടിവെക്കാൻ പോയപ്പോൾ ആ സ്ത്രീയോട് ഇഷ്ടം തോന്നി. അങ്ങനെയുള്ള ജയകൃഷ്ണനെ നമ്മൾ എങ്ങനെ റോൾ മോഡലാക്കും? ഇനി ക്ലാരയെ നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ക്ലാര അവളുടെ ജീവിതത്തിൽ അവളുടെ തൊഴിൽ മേഖല കണ്ടെത്തുകയും അതിനുവേണ്ടി അവൾ ഇറങ്ങിത്തിരിക്കുകയും അവളുടെ ജീവിതത്തിലേക്ക് ആദ്യമായി വന്ന പുരുഷനാണ് ജയകൃഷ്ണൻ. അപ്പൊ ക്ലാരയിൽ എങ്ങനെയാണ് പ്രണയം ഉണ്ടാകുന്നത്? അപ്പൊ ആവശ്യമില്ലാണ്ട് ഈ രണ്ട് കഥാപാത്രങ്ങളെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ചുമ്മാ ഇവരുടെ പ്രണയം അമൂല്യമായ പ്രണയമാണ്, ഇവരുടെ പ്രണയ നിമിഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ റീൽസിലാണ് എന്താണെന്നും ജയകൃഷ്ണൻ ക്ലാരയെ ഇങ്ങനെ 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 ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ പറഞ്ഞാൽ ബോറായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഒരിക്കലും നമ്മൾ ഫോളോ ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രണയമാണ് അവരുടെ. പ്രണയം എന്ന് പറയാൻ പറ്റില്ല, പ്രണയമൊന്നും ഇല്ല എന്നത്, ഒരു അട്രാക്ഷൻ ആണ് അവരുടേത്. ഒരിക്കലും നമ്മൾ ഫോളോ ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കഥാപാത്രമാണ് ജയകൃഷ്ണൻ ക്ലാരയും. എന്നിരുന്നിട്ട് പോലും അവരെയൊക്കെ ഇന്ന് ആഘോഷിക്കപ്പെടുന്നുണ്ട്. എനിക്ക് എത്ര ആലോചിച്ചിട്ടും എന്തുകൊണ്ട് ജയകൃഷ്ണനും ക്ലാരയും ഇത്രത്തോളം ഇപ്പോഴത്തെ തലമുറയുടെ ഉള്ളിലേക്ക് കയറിപ്പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഇന്നും ഭയങ്കര സീരിയസ് ആയിട്ട് പ്രണയിക്കുന്നവർ അവരുടെ മനസ്സിലും ഒരു ക്ലാരയാണെന്നും ഞാൻ ജയകൃഷ്ണനാണെന്നൊക്കെ ഫീൽ ഉണ്ട്. പിന്നെ ഒരു റീല് കണ്ടായിരുന്നു, ജയകൃഷ്ണന് പോലും ക്ലാരയെ കിട്ടിയില്ലടോ എന്നൊക്കെ പറഞ്ഞ് എന്തോ ഇതിനെ എങ്ങനെയൊക്കെ വന്ന് പറഞ്ഞ് ഒരു കാൽപ്പനികത്വം കൊടുത്ത് എങ്ങനെയൊക്കെ ഇതൊക്കെ ഒരു വലിയ സംഭവമായി മാറിയ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ തൂവാനത്തുമ്പികൾ എന്ന് പറഞ്ഞ സിനിമയും ഈ സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങളെ ഇത്രത്തോളം വാഴ്ത്തപ്പെടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പേഴ്സണൽ അഭിപ്രായമാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഇത് ഒരു കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം വെച്ചാൽ ഇതിപ്പോ എന്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞാണ്, നിങ്ങൾ കേൾക്കുന്നവരുടെ കാഴ്ചപ്പാടിൽ വേറെ അഭിപ്രായങ്ങളായിരിക്കും. എന്തു തന്നെയായാലും ആരോഗ്യകരമായ ഒരു കമന്റ് സെക്ഷനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നിങ്ങൾക്കും എൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെയാണോ അല്ല അതിന് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നെ സംബന്ധിച്ചോളം ജയകൃഷ്ണനും ക്ലാരയും ഒരിക്കലും റോൾ മോഡലാക്കാൻ പറ്റിയ രണ്ട് കഥാപാത്രങ്ങളല്ല, രണ്ട് പ്രണയിനികളല്ല. അവരുടെ പ്രണയത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങളാരും പ്രണയിക്കാൻ പോകാതിരിക്കുക. അത് ജസ്റ്റ് ഒരു അട്രാക്ഷൻ മാത്രമാണ്. ആദ്യത്തെ സ്ത്രീയോടും ആദ്യത്തെ പുരുഷനോടും തോന്നിയ ചെറിയ അട്രാക്ഷൻ, അതിനെ പ്രണയമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടരുത്. പിന്നെ ഈ സിനിമയിലെ കുറച്ച് നല്ല നല്ല സീൻസുകളും നല്ല നല്ല ഡയലോഗ്സും ഒക്കെ എടുത്തു വെച്ചിട്ടാണ് ഇതിനെ ഇത്ര മഹത്വവൽക്കരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും തൂവാനത്തുമ്പി ഒരു കൾട്ട് ക്ലാസിക് മൂവിക്ക് വേണ്ടിയുള്ള ഓരോ എലമെന്റ്സും ഇല്ല. പക്ഷെ എങ്ങനെയൊക്കെയോ അത് ചർച്ച ചെയ്യപ്പെടുകയും അത് ആഘോഷിക്കപ്പെടുകയും അത് വാഴ്ത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാലം നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇനി നല്ല വീഡിയോസ് ആയിട്ട് വന്നിട്ട് ബൈ.